കളർ ബുക്ക് ഉണ്ടാക്കണം എന്നുള്ള ഐഡിയ വന്നത് തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വാങ്ങി വെച്ചിട്ടുള്ള ക്രയോൺസ് കണ്ടപ്പോഴാണ്. പക്ഷേ എനിക്കറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ക്രയോൺസ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ മാറുന്നു. ഇത് കളർ ചെയ്യണതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ച് ഭയങ്കര സ്മൂത്തായിട്ട് ബട്ടറി ആയിട്ട് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ട് സൂപ്പറായിട്ടുള്ളൊരു സാധനം വരും എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടു നോക്കിയേ, ജസ്റ്റ് ഓപ്പോസിറ്റ് സാധനം കിട്ടിയത്. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. പിന്നെ എന്തായാലും ചെയ്തു, നിങ്ങളൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. ഇത് നമുക്ക് ഓയിൽ പേസ്റ്റിൽ ചെയ്തു വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നമ്മളെ ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ലിറ്ററലി 1 ഇയർ കഴിഞ്ഞു. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വിചാരിച്ചത് 100 സബ്സ്ക്രൈബേഴ്സ് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിലായിട്ടില്ലെങ്കിൽ ഞാൻ നിർത്തിപ്പോവും. അത്രയും ദിവസത്തിൻ്റെ ഉള്ളിൽ 100 സബ്സ്ക്രൈബർ ആയില്ല, പക്ഷെ ഞാൻ നിർത്തിയില്ല. പിന്നെയും നമ്മൾ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, 100 വീഡിയോ ഇട്ടിട്ട് നമുക്ക് നിർത്താം. 100 വീഡിയോ ഇട്ടു, അതിലും ഞാൻ നിർത്തിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഫസ്റ്റ് ഇയർ ആനിവേഴ്സറിക്ക് നമുക്ക് 1K സബ്സ്ക്രൈബർ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ നിർത്താം. ഇപ്പോൾ ദാ 1 ഇയർ ആനിവേഴ്സറി ആയി, പക്ഷെ നമ്മൾ 1Kൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഇത് നിർത്തണോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളതാണ്. കാരണം നമുക്ക് കിട്ടുന്ന ആകെയുള്ള സൺഡേ ഇതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ വേറെ ഒന്നിനും ടൈമില്ല. നമ്മൾ മൊത്തം ടൈം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ പറ, ഇതിന് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിർത്തില്ല, കാരണം ഇനി ഷൂട്ട് ചെയ്ത് വെച്ച കുറച്ച് വീഡിയോസ് കൂടെ ഉണ്ട്, അത് അപ്ലോഡ് ചെയ്യും. ആ വീഡിയോസിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും നമ്മൾ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത്. പിന്നെ ഈ ഒരു പെയിൻറ്റിങ് സീരീസ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് കൂടി കമൻറ്റ് ചെയ്യണേ. ഓൾവേസ് ബി യുവർ ഹാപ്പി സെൽഫ്.